കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ലോഡ്ജിൽ എത്തിയ താമസക്കാരാണ്. പക്ഷേ താമസക്കാരെ കണ്ടാൽ ഈ ജീവനക്കാർക്ക് ഞെട്ടിപ്പോകും. കാരണം എന്തെങ്കിലും കൈവിട്ടു പോയാൽ സംഭവം അകത്ത് കിടക്കും. അത് ഉടനെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരെ പിടിച്ചേൽപ്പിച്ചു. നയൻതാരയുണ്ട്. നയൻതാര, നല്ല ചീറ്റലാണ്. എനിക്ക് തോന്നുന്നു വളരെ അപൂർവമാണ് ഇത്രയ്ക്ക് അല്ലേ ക്ലിയറായിട്ട് ഈ വെള്ളിമുങ്ങയെ കാണാൻ അവസരം കിട്ടുന്നത്. ഇതെങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിയത്? എങ്ങനെ ഇതിനെ വനംവകുപ്പിനെ ഏൽപ്പിച്ചു? അവർ സുരക്ഷിതരായോ ഈ ലോഡ്ജ് ജീവനക്കാർ? കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു സ്വകാര്യ ലോഡ്ജിലാണ് ഈ 5 അതിഥികൾ എത്തിയത്. അതിഥികൾ എത്തിയപ്പോൾ തന്നെ എത്തിയെന്ന് സൗണ്ട് കേട്ടപ്പം ആദ്യം കരുതിയത് പ്രാവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. ജീവനക്കാരാണ് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ജീവനക്കാര് നോക്കിയപ്പം പ്രാവൊന്നും അല്ല. ശരിക്കും അവർക്ക് അത്ഭുതവും കൗതുകവും ഒക്കെ തോന്നി. ആദ്യമായിട്ടാണ് അവർ എല്ലാവരും ഈ വെള്ളിമുങ്ങിയെ കാണുന്നത്. ഒന്നല്ല, 2 അല്ല, 5 വെള്ളിമൂങ്ങകളാണ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് കൗതുകവും വളരെ വാത്സല്യമൊക്കെ തോന്നുക അതിനെങ്ങനെ കാണുമ്പോൾ. അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വനം വകുപ്പിനെ വിവരം അറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ 5 പേരെയും കയ്യോടെ പൊക്കി വനശ്രീയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജീവനക്കാരെ അനുഭവം പറയുമ്പോൾ അവരും ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു വെള്ളിമൂങ്ങനെയൊക്കെ കാണുന്നത്. കോഴിക്കോട് ഇതിന് മുമ്പേ പട്ടം പറത്തുന്നതിനിടയിൽ വെള്ളിമൂങ്ങൻ്റെ കാലിൽ പട്ടം കുടുങ്ങിയ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വാർത്തകളിലൊക്കെ വെള്ളിമുങ്ങനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷി എന്ന രീതിയിൽ ഇതിനെ നമ്മൾ ഇടയ്ക്ക് എപ്പോഴോ വാർത്ത കേട്ടിരുന്നു. വംശനാശമൊന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ 5 എണ്ണത്തിനെയൊക്കെ നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. വംശനാശം സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഈ വെള്ളിമുങ്ങനെ നേരിട്ട് കാണുന്നത് കണ്ണൂരിൽ വെച്ചാൽ. കണ്ണൂരിൽ കോട്ടയിൽ ഒരുപാട് മരങ്ങളുണ്ട് സൈഡിൽ. ആ മരത്തിൽ നിറയെ വെള്ളിമുങ്ങകളെ കാണാം. ഒരു ദിവസം ഞാനും എൻ്റെ സുഹൃത്തും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അവിചാരിതമായി കണ്ടതാണ്. എനിക്കന്ന് ഭയങ്കര കൗതുകം തോന്നി. ഈ ചിത്രങ്ങളിലും അതുപോലെ വീഡിയോകളിലും മാത്രമേ ഞാൻ ഈ വെള്ളിമുങ്ങനെ കണ്ടിട്ടുള്ളൂ. പോരാത്തതിന് കഥകളിലും മാത്രമേ ഞാൻ ഈ വെള്ളിമുങ്ങനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. അന്നാണ് ഞാൻ ആദ്യമായിട്ട് വെള്ളിമുങ്ങനെ കാണുന്നത്. ശേഷം വാത്സല്യവും ഒക്കെ തോന്നി എന്നാൽ വീട്ടിലിരിക്കട്ടെ എന്ന് കരുതിയാൽ നമ്മളകത്ത് പോകും. അതുകൊണ്ട് വെള്ളിമുങ്ങയെ കണ്ടാൽ ഉടൻ വനവകുപ്പിനെ അറിയിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ശരി നയൻതാര.